ഒരു 5 കൊല്ലം മുമ്പാണ്. തുടർച്ചയായ കുറേ എപ്പിസോഡുകൾ പീസ് റേഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വികൃതി കുട്ടികൾ എന്നതായിരുന്നു സീരീസ്. മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഒക്കെ വിഷയങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ ADHDയെക്കുറിച്ച് പറഞ്ഞു. ആയിരക്കണക്കിന് ശ്രോതാക്കളാണ് അത്ഭുതത്തോടു കൂടെ ആ ഒരു എപ്പിസോഡുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അയച്ചത്. ADHD എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്, അവരുടെ ഒരു ശാരീരികാവസ്ഥയാണ്, ഒരു ഹോർമോണിക് സിറ്റുവേഷനാണ്. അതൊരു ഘട്ടം കഴിയുമ്പോൾ അവസാനിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ADHD ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പാരൻ്റ് ഇടപെടുമ്പോൾ, ഒരു ടീച്ചർ ഇടപെടുമ്പോൾ ആ കുട്ടിയെ യഥാവിധി ഗൈഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പൊട്ടിപ്പൊരിയുന്ന ഒരച്ചടക്കവുമില്ലാത്ത ക്ലാസിൻ്റെ എല്ലാ നന്മകളെയും കെടുത്തുന്ന ഒരാളായിട്ടേ യഥാർത്ഥത്തിൽ നമുക്ക് ആ കുഞ്ഞിന് തോന്നുകയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആയിരമായിരം കാര്യങ്ങൾക്ക് ശരിയാവിധമുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ പീസ് റേഡിയോയ്ക്ക് ഈ കാലം വരെയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്ന പീസ് റേഡിയോ പാരൻസിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കോഴ്സ്, പാരൻറ്റിങ് കോഴ്സ് ആരംഭിക്കാനിരിക്കുകയാണ്. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള കോഴ്സ് അത് വേറെ ആരംഭിക്കാനിരിക്കുകയാണ്. പ്രീ മാരിറ്റൽ കോഴ്സ് അത് വേറെ ആരംഭിക്കാനിരിക്കുകയാണ്. അറബി ഭാഷയിലെ കോഴ്സ്, ഇങ്ങനെ ഒരു 7-8 കോഴ്സുകൾ, നിലവിലുള്ള ഖുർആൻ പഠന കോഴ്സും ഫിഖ്ഹിനും പുറമെയാണ് ഈ കോഴ്സുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിതിന് വലിയ മാൻ പവർ വേണം, വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, ഡിവൈസസ് വേണം. ഇതിൻ്റെയൊക്കെ സാമ്പത്തികം പൊതുവേ നമ്മൾ റമദാൻ മാസത്തിലാണ് കണ്ടെത്തൽ. ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു ഓഹരി വളരെ മനസ്സറിഞ്ഞുകൊണ്ട്, അത് എത്ര രൂപ എന്നുള്ളത് വിഷയമല്ല, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ തരുന്നൊരു കുഞ്ഞു തുക പോലും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയൊരു ഓഹരി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ വൈകുന്നതിന് പകരം പെട്ടെന്ന് ചെയ്താൽ നമുക്ക് വലിയ ആശ്വാസത്തോടു കൂടെ കാര്യങ്ങൾ നയിക്കാനും മുന്നോട്ട് പോകാനും കഴിയും. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.